ഇന്ന് വന്നിട്ടുള്ളത് ഒരു കാരമൽ പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ. ഫസ്റ്റ് നമുക്കൊരു 1/2 ലിറ്റർ പാലൊന്ന് തിളപ്പിക്കാൻ വെക്കാം. തിളച്ച് വന്നാൽ പാൽ മാറ്റി വെക്കുക. പിന്നെ ഒരു പാനിലേക്ക് ഷുഗർ ചേർത്തിട്ടൊന്ന് കാരമലൈസ് ചെയ്തെടുക്കുക. അതിലേക്ക് നമ്മൾ തിളപ്പിച്ച് വെച്ചിട്ടുള്ള പാൽ കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി. ഫസ്റ്റ് ഞാൻ ട്രൈ ചെയ്തേരോ ഫ്ലോപ്പായ പുഡിങ് വന്നിട്ടത്. എളുപ്പത്തിന് വേണ്ടിയിട്ട് കാരമലൈസ് ചെയ്ത പാത്രത്തിലേക്ക് 1/2 ലിറ്റർ പാൽ ഒഴിച്ചിട്ട് തിളപ്പിക്കാൻ നോക്കി. പണി ഞാൻ ചോദിച്ച് വാങ്ങിയ പോലെ പാലെല്ലാം കൂടെ പിരിഞ്ഞ് പണിയായി. പുഡിങ് അപ്പോൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റത്തെ മെത്തേഡ് മാത്രം യൂസ് ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടത് 4 മുട്ടയാണ്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസും മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. എഗ്ഗ് മിക്സിലേക്ക് കാരമലൈസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. എടുത്ത ബൗളൊന്ന് ചെറുതായതുകൊണ്ട് പാല് തിളപ്പിച്ചിട്ടുള്ള പാത്രത്തിലേക്ക് തന്നെ ചേർത്തെടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുന്നുണ്ട്. ഞാൻ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്ട്രെയിനർ വെച്ചിട്ട് ഒന്ന് അരിച്ചിട്ടെടുക്കാം. ഇനി ഈ ബാറ്റർ ഒരു കേക്ക് മോൾഡിലോ അല്ലെങ്കിൽ ഒരു ബൗളിലോ ചേർത്തിട്ട് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുക. അപ്പോൾ ഇതൊന്നും ഇല്ലാത്തത് കാരണം ഞാനൊന്ന് ഗ്ലാസ്സിൽ ട്രൈ ചെയ്ത് നോക്കാൻ പോകാൻ കേട്ടോ. ഇതെല്ലാം കൂടെ ഒരു അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് ഒന്ന് റാപ്പ് ചെയ്തിട്ട് എടുത്തിട്ട് ഇനി ഒരു പോട്ടിൽ കുറച്ച് വെള്ളം വെക്കുക. അതിലേക്ക് ഈ ഗ്ലാസ് എല്ലാം ഒന്ന് ഇറക്കിയിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ച് ഒരു 20 to 25 മിനിറ്റ്സ് സ്റ്റീം ചെയ്തിട്ടെടുക്കുക. എല്ലാം കൂടെ ഒന്ന് സെറ്റ് ആയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ കത്തി വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കാം. ചൂടാറിയതിന് ശേഷം നട്ട്സ് എല്ലാം വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് സെർവ് ചെയ്യുക. വേണമെങ്കിൽ തണുപ്പിച്ചിട്ട് കഴിക്കാം കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ വീട്ടിലെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.